അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യത്തെ 10 നമ്മോട് ഇവിടെ പറഞ്ഞു. അനുഗ്രഹത്തിൻ്റെ 10 കഴിഞ്ഞു. ഇനിയുള്ള രണ്ടാമത്തെ 10 അത് പാപഭോജനത്തിൻ്റെ 10 ഈ 10 നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന 10 രാവുകളാണ്. നേരത്തെ പല സെഷനുകളിലും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യൻ അവൻ നിസ്സഹായനായിട്ടുള്ള ഒരു ജീവിയാണ്. അവൻ്റെ ചെയ്തികൾ പൈശാചികമായ പ്രേരണകളാൽ പല തെറ്റുകളും അവന് സ്വാഭാവികമായും സംഭവിക്കുന്നുണ്ട്. പാപം ചെയ്തു പോകുന്നു, അള്ളാഹുവിനെ മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള കഴിഞ്ഞൊരു വർഷം നമ്മൾ കഴിഞ്ഞ റമദാൻ മുതൽ ഈ വർഷം വരെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ മുഴുവനും ചെയ്തിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഈ 10 രാവുകൾ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട 10 പാപങ്ങൾ. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും റഹീമുമാണ്, കാരുണ്യവാനുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യൻ. നമുക്ക് നമ്മുടെ കുട്ടികളോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ ഉപരിയാണ് അള്ളാഹുവിനോട് മനുഷ്യനുള്ള സ്നേഹം. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയ ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ യാത്രക്കാരോ രോഗികളോ ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല ഇസ്ലാമിൻ്റെ ലക്ഷ്യം, നിങ്ങളെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് സാധിക്കുന്നത് ഈ മനുഷ്യനോടുള്ള അള്ളാഹുവിനുള്ള സ്നേഹം. അവനെന്നും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിലേക്കുള്ള വഴികൾ അള്ളാഹു തുറന്നു തരികയാണ്. അപ്പോൾ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അവസാനത്തെ 10. ഇവിടെ നമ്മൾ ഒരുപാട് ഈ പാപങ്ങൾക്ക് പല കാറ്റഗറി ഉണ്ട്. വലിയ പാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട്, പൊറുക്കപ്പെടാത്ത പാപങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ അത് അള്ളാഹു തീർച്ചയായും കേൾക്കും. നമ്മൾ ഹൃദയശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തൗബ ചെയ്ത് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അത് ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് വാക്തത്വം ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ആ പാപമോചനം നമുക്ക് ലഭിക്കുകയും നമുക്ക് ഹൃദയശുദ്ധീകരണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അതിനുള്ള അവസരമാണ് ഈ 10 നമ്മൾ പാപമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അതിലേക്ക് ഖേദിച്ച് മടങ്ങുക. ഇനിയൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നിജപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് സ്വാഭാവികമായി വരാൻ പോകുന്ന അവൻ്റെ ജീവിതത്തിലെ പിഴവുകളെക്കുറിച്ച് അവൻ ബോധ്യമുണ്ടാവുകയും അതിൽ നിന്ന് പരിഹാരമായിക്കൊണ്ട് അവന് മനസ്സമാധാനവും സന്തോഷവും നുകരുന്ന ഒരു വലിയ അവസരമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു ഗഫൂർ റഹീമാണ്, അവൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ 10 നമ്മൾ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുന്നവരിലേക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.